പാസ് അടിക്കുന്നതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആദ്യം ഊരട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ സോ ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ആക്റ്റീവയുടെ മീറ്ററിലെ ലൈറ്റ് മാറ്റാൻ പോകണം. നമ്മൾ കസ്റ്റം ലൈറ്റ് വെക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് ഇടാം. ഇന്നത്തെ നമ്മുടെ മെക്കാനിക്ക് ഹരിയാണ്. നമുക്ക് ഒരു 12 സ്പാൻഡ് വേണം. സ്പാൻഡ് വെച്ചോ കൂടി. അങ്ങനെ ഗ്ലാസ് ഊരി ഇനി ഈ ഒരു സ്ക്രൂ ആണ് ഊരേണ്ടത്. നമുക്ക് നേരെ അത് ഊരാം. ഇത് ഗ്ലാസിൻ്റെ സ്ക്രൂ വരുന്നത് 12 ആയിരുന്നു, ഇതിന് 14. നമുക്ക് വരുന്നത് 4 സ്ക്രൂ ആണ്. ഇത് പിന്നെ വേണ്ട ഇതിൻ്റെ അടിയിലൊരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഉണ്ട്. നമുക്കൂല നമ്മൾ മൊത്തത്തിൽ 4 സ്ക്രൂ ഊരി. ഇനി അവസാനത്തെ സ്ക്രൂ ആണ് ഊരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 സ്ക്രൂ അല്ല, ഇനി ഇവിടെ ഉണ്ട്, ഇപ്പുറത്തെ കൊണ്ടുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് മറ്റേതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെന്തുവാ? അങ്ങനെ നമ്മൾ ലൈറ്റെല്ലാം ഊരി മാറ്റണം. നമ്മൾ കിറ്റളൊക്കെ കാണും. എന്നിട്ട് നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ വയർ ഊരാം. 2 ഇൻഡിക്കേറ്ററിൻ്റെയും വയർ ഊരാം. എന്ത് സാധനമാണ് നിനക്കെന്ത് അറിയത്തില്ലേ? ഹെഡ്ലൈറ്റ് അല്ലേ? ഹെഡ്ലൈറ്റ് ഇല്ല, പക്ഷേ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ഒന്നും അല്ല, എല്ലാം കെട്ടി പറഞ്ഞു വെച്ചേക്കും. ഇത് പിടിച്ചോ, ഇതിങ്ങനെ പിടിച്ചോ. നമുക്ക് ഊരണ്ട ലൈറ്റ് ഊരണ്ടത് ഈ ലൈറ്റാണ്. കൂട്ടണിങ്ങനെ കൊടുക്കും. ആദ്യം ഊരട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ അങ്ങനെ അത് ഊരി എടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ ബൾബ്. ഇതാണ് ഗൈസ് നമ്മുടെ ബൾബ്. മാറ്റേണ്ട ബൾബ്. ഇനി നമുക്ക് മാറ്റേണ്ട ബൾബ് എടുക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റാൻ പോകുന്ന ബൾബ്. ഇത് റെഡും ബ്ലൂവും കളർ. അപ്പോൾ നമുക്ക് അത് അതിനകത്തോട്ട് വയ്ക്കാം. ഓൺ ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, ഇറ്റ്സ് വർക്കിംഗ്. നമുക്ക് വണ്ടി നോക്കാം ഗൈസ്, ഇല്ലെങ്കിൽ ഞാൻ കരിഞ്ഞു കൊടുക്കും. നമ്മളത് അതിൽ കണക്ട് ചെയ്യുക. എടാ മറ്റേ വണ്ടി പോയിട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ഊരിയ സാധനങ്ങളെല്ലാം തിരിച്ച് അതേപോലെ കണക്ട് ചെയ്യാം. ഇത് നമുക്ക് തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റെഡ് സോക്കറ്റ് റെഡ് പ്ലഗിൽ തന്നെ പ്ലഗ് ചെയ്യുക. റെഡ് സോക്കറ്റിൽ തന്നെ പ്ലഗ് ചെയ്യുക. ഓക്കെ, വൈറ്റ് തന്നെ പ്ലഗ് ചെയ്യുക. ഇത് ഊരുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ആ ഒരു തുമ്പത്ത് നമ്മൾ ഇങ്ങനെ കാണുന്ന ഞെക്കുക, ഞെക്കിയിട്ട് ഊരുക.
അതുപോലെ ഞെക്കിയിട്ട് ഇടുക. അങ്ങനെ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി എടുത്ത് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് അല്ല, ഫിറ്റ് ചെയ്യാം. ഇനി സ്ക്രൂവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഗായ്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇവിടെ ഒരു നീല കളർ കണ്ടില്ലേ? അതാണ് നമ്മളിപ്പോൾ ഇട്ട ലൈറ്റ്. ഇത് രാത്രിയിലുള്ള വ്യൂ നമുക്ക് ഈ വീഡിയോയുടെ അവസാനമായിട്ട് കാണിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.